രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. തന്ത്രങ്ങൾ ഒരുക്കാൻ ശേഷിയുള്ള ഒരു പറ്റം നേതാക്കന്മാർ ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്. കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിക്കുമായ ഒരു കോർപ്പറേഷൻ തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ. സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകും എന്ന് തന്നെ വേണം കരുതാനായിട്ട്. ഇനി മേൽത്തട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർ കോരിയ വെള്ളം നിറച്ച കുടം അവസാന നിമിഷം ഉടച്ചു കളയരുത്. നമസ്കാരം. ഇപ്പൊ തിരുവനന്തപുരത്തിന് ശേഷം കൊച്ചി കോർപ്പറേഷൻ പിടിച്ചു കിടക്കുന്ന ഒരു വട്ടം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു കൊച്ചി കോർപ്പറേഷൻ, പിന്നീട് അത് LDF അട്ടിമറിയിലൂടെ നേടി. ഇപ്പൊ വീണ്ടും കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു വിഷയം കാണുന്നത്? ഇപ്പറേ കോൺഗ്രസ് പിടിച്ച് കീഴടക്കുമോ, അതോ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ വീണ്ടും LDFന്റെ കയ്യിലാവൂ കോർപ്പറേഷൻ? രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ തന്ത്രങ്ങൾ ഒരുക്കാൻ ശേഷിയുള്ള ഒരു പറ്റം നേതാക്കന്മാർ ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ അതിൽ അവർ വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ കോൺഗ്രസിന്റെ ഒരു കോട്ടയാണ് എറണാകുളം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഏറ്റവും കൂടുതൽ UDF MLA-മാരുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അതിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള എറണാകുളം ജില്ലാ പഞ്ചായത്തൊക്കെ ഭരിക്കുന്നത് UDF ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജില്ലയുടെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ അവർ ഭരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനകത്തെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് എന്നുള്ളത് സാധാരണ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷന്റെ മേയറാകാൻ സാധ്യതയുണ്ടായിരുന്ന N വേണുഗോപാൽ പരാജയപ്പെടുന്നത് ഓരോ വോട്ടിനാണ്. അവിടെ വിജയിച്ചു കയറി വരുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2020 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിക്കുമായ ഒരു കോർപ്പറേഷൻ തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എറണാകുളം DCCയുടെ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ്, അദ്ദേഹത്തിനോട് പല സീനിയർ നേതാക്കന്മാർക്കും വിയോജിപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ, അതിനോട് എല്ലാവർക്കും വളരെ ഒരു മതിപ്പുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്രാവശ്യം കൊച്ചിൻ കോർപ്പറേഷനിൽ മാത്രമല്ല മറ്റു പല പഞ്ചായത്തുകളും, എറണാകുളം ജില്ലയിൽപ്പെട്ടിട്ടുള്ള മറ്റു പല പഞ്ചായത്തുകളിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ള ഒരു കാര്യം വളരെ കൃത്യതയോടെ ചെയ്തിട്ടുള്ള ഒരു DCC ആണ് എറണാകുളം DCC എന്നെനിക്ക് തോന്നുന്നു. മറ്റു പല സ്ഥലങ്ങളിലെയും നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ DCC പ്രസിഡന്റുമാരൊന്നും ഇതുപോലെ ഇൻവോൾവ് ചെയ്തതായിട്ട് അവരാരും പറഞ്ഞു കേട്ടിട്ടില്ല. കൊച്ചിൻ കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഡിവിഷനുകളിലും ഓരോ നേതാക്കന്മാർക്ക് ചുമതല നൽകി 100, 300, 400 വോട്ട് വരെ കൂടുതലായിട്ട് ഇപ്രാവശ്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അത് പല കോൺഗ്രസ് പ്രവർത്തകരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, തങ്ങളുടെ ഡിവിഷനിൽ 100 വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇത്തവണ. അത് കള്ളവോട്ടല്ല കേട്ടോ. അതായത് ഈ പ്രദേശത്ത് താമസമാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഡിവിഷനിൽ താമസമാക്കിയിട്ട് കുറെ വർഷങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ വോട്ടില്ലായിരുന്നു, അവർ വോട്ട് ചെയ്യാൻ പോകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വെറുതെ ആ വോട്ടെടുപ്പിന്റെ ദിവസം വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അവരുടെ വോട്ട് കൃത്യമായിട്ട് ചേർക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനിയുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവരുടെ സ്ഥാനാർത്ഥി നിർണയമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകും എന്ന് തന്നെ വേണം കരുതാനായിട്ട്. എല്ലാ ഡിവിഷനുകളിലും 1, 2 സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. പക്ഷെ പരസ്പരം ഉള്ള എന്തെങ്കിലുമൊക്കെ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ പിന്മാറുക തന്നെ ചെയ്യും ഏറ്റവും അവസാനം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചി കോർപ്പറേഷനകത്ത് UDF സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ മാത്രമേ അതിനകത്തുള്ളൂ. ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് മുസ്ലിം ലീഗും. ബാക്കി ഘടകകക്ഷികളൊന്നും തന്നെ പ്രസക്തമല്ല എന്നുള്ളതാണ് സത്യം. മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ആൾബലമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളൊരു വസ്തുതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയുടെ ഒന്നും ആവശ്യം കോൺഗ്രസിന് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോഴത്തേക്ക് മുസ്ലിം ലീഗിന് ഏതാനും ചില സീറ്റുകൾ വിട്ടു നൽകേണ്ടി വരും. ബാക്കി സീറ്റുകളിലൊക്കെ തന്നെ മത്സരിക്കുക കോൺഗ്രസ് തന്നെയായിരിക്കും. അപ്പോഴും ഇപ്പോ ഈ പത്രമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണോ അതോ കോൺഗ്രസിനകത്തു നിന്ന് ചിലർ PR വർക്ക് നടത്തുന്നതാണോ എന്നറിഞ്ഞുകൂടാ, കൊച്ചിൻ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തെ ചൊല്ലി ഭയങ്കരമായ ഒരു തർക്കം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാവ്, തിരുവനന്തപുരത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാവ്, വട്ടിയൂർക്കാവിലൊക്കെ മത്സരിച്ചിട്ടുള്ള വീണ S. നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷൈനി മാത്യു ആണ് കൊച്ചി മേയർ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് വരികയുണ്ടായി. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പിൻവലിക്കുകയും ചെയ്തു. പിന്നീട് ആ ഒരു പോസ്റ്റർ നമ്മൾ കാണുന്നത് 24 ന്യൂസ് മലയാളം ചാനലിന്റെ പേജിലാണ് അത് കാണുന്നത്. അപ്പോൾ ഷൈനി മാത്യു ആരാണ് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഷൈനി മാത്യു 2015 ഫോർട്ട് കൊച്ചിയിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള വനിതാ കൗൺസിലറാണ്. അന്നവർ കൊച്ചിയുടെ മേയറാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I ഗ്രൂപ്പിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകിയപ്പോൾ A ഗ്രൂപ്പിന് കൊച്ചി കോർപ്പറേഷൻ നൽകേണ്ടി വന്നു. അങ്ങനെ നൽകേണ്ടി വന്ന സമയത്താണ് സൗമിനി ജെയിൻ അന്ന് കൊച്ചിയുടെ മേയറായിട്ട്
വരുന്നത്. അന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത് എൽദോസ് കുന്നപ്പള്ളിയാണ്. അതിനുശേഷം സൗമിനി ജെയിൻ കൊച്ചി മേയറായിട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അവസാന നാളുകളിലൊക്കെ ഈ ഷൈനി മാത്യുവിനെ മേയറാക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ ഷൈനി മാത്യു അർഹതപ്പെട്ട ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അവർ അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ ഇപ്പുറത്ത് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരുണ്ട്, ദീപ്തി മേരി വർഗീസ്. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിട്ട് അവർ വർഷങ്ങളായിട്ട് KSU യൂത്ത് കോൺഗ്രസ് മുതൽ പാർട്ടിയിൽ അടിയുറച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവാണ്. അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ തന്നെ അവർക്ക് മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഒരു നേതാവ് കൂടിയാണ്. നല്ല കാലിബറുള്ള ഒരു കോൺഗ്രസ് വനിതാ നേതാവാണ് അവർ. പക്ഷെ അവർക്ക് നാളിതുവരെ ഒരു MLA MP ഒന്നും ആകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതൊക്കെ അർഹതയുള്ള ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവർക്കും അവകാശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും അർഹതപ്പെട്ടത് തന്നെയാണ് ഈ ഒരു മേയർ സ്ഥാനം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഷൈനി മാത്യുവിലേക്കും ഈ പറഞ്ഞ ദീപ്തി മേരി വർഗീസിലേക്കുമാണ് മേയർ ചർച്ചകൾ ചെന്ന് അവസാനിക്കുക. പക്ഷെ ഇവർ രണ്ടുപേരുമല്ലാതെ കോൺഗ്രസ് അല്ലെങ്കിൽ VD സതീശനൊക്കെ മറ്റേതെങ്കിലും ഒരു മാജിക്ക് കാണിച്ച് പുതിയൊരാളെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാവും. അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഷൈനി മാത്യുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ UDFന്റെ മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് കുറെ ആളുകളും കൂടി ഉണ്ട്. അഡ്വക്കേറ്റ് മിനിമോൾ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ ഏത് സ്റ്റാൻഡ് എടുക്കും? അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? പാലക്കാട് ഇലക്ഷനിൽ P സരിൻ അപ്പുറത്തേക്ക് ചാടിയതുപോലെയൊക്കെയുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇടതുപക്ഷം ഇപ്പോഴും അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ചർച്ചകളിലേക്ക് ചില പേരുകളൊക്കെ ഇപ്പോഴുള്ള നിലവിലുള്ള കുറെ കൗൺസിലർമാരുടെയൊക്കെ പേര് ഇങ്ങനെ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ തന്നെയും അവർ കൃത്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു അഭിപ്രായവും CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ആ ഒരു മൗനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തെ അവസ്ഥകൾ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ സാഹചര്യം ഏത് രീതിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് CPM ഉള്ളത്. അത് കൂടാതെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷമേ LDFന്റെ സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയുമുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം മോശമല്ലാത്തൊരു പ്രകടനം കൊച്ചി നഗരസഭയ്ക്കകത്ത് കാഴ്ചവെക്കാനായിട്ട് അനിൽകുമാറിന് സാധിച്ചിട്ടുണ്ട്. മേയർ അനിൽകുമാറിന് ആ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എറണാകുളം നഗരത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മേയറുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വികസന കാര്യങ്ങളെ മറികടന്ന് വേണം കോൺഗ്രസിന് വിജയിക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടൊരു കീറാമുട്ടിയായിട്ട് മാറുമോ ഈ മേയർ സ്ഥാനം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അവിടെയും കോൺഗ്രസിന് മുന്നിൽ ചില ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ഥിരമായിട്ട് നിന്ന് തോക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട് നിയമസഭയിലേക്ക്. അപ്പൊ അവരെയൊക്കെ മാറ്റി നിർത്തി കൊച്ചി പോലെയുള്ളൊരു സീറ്റ് ഇപ്പൊ ഷൈനി മാത്യുവിനോ അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിനോ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മേയറുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും. പക്ഷെ അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ കൊച്ചി പോലെയുള്ള ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആ സീറ്റ് ലക്ഷ്യം വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും സാധ്യതയുള്ള കേരളത്തിലെ ഒരു കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ കൊച്ചിൻ കോർപ്പറേഷനിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ, അത് വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ അടിത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. ഇനി മേൽത്തട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത്. ഇവിടെ ഷൈനി മാത്യുവിനും അർഹതയുണ്ട്, ദീപ്തി മേരി വർഗീസിനും അർഹതയുണ്ട്. ബാക്കി പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കൊക്കെ അനർഹരാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഈ രണ്ടുപേരെ മറികടക്കാനുള്ള ഒരു ശേഷിയില്ല. ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തന്നെയാണ് കൊച്ചി മേയറാകാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ യോഗ്യയായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ഷൈനി മാത്യുവിന് കഴിവ് കുറവുണ്ടെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. പക്ഷേ ഇവർ കുറേ അധികം കാലമായിട്ട് ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിനകത്ത് നിൽക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഒരു കോർപ്പറേഷൻ കൗൺസിലറായി എന്നതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റൊന്നും ഈ പാർട്ടിയിൽ നിന്ന് നേടാനായിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അർഹതയുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് മുൻതൂക്കം ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. പിന്നെ പറയാൻ പറ്റത്തില്ല, ഇത് രാഷ്ട്രീയമാണ്, ഇത് ചില ആളുകളുടെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളിൽ എങ്ങനെയൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ ആയിട്ട് മാറും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്ക് പറയാൻ പറ്റും, കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രവർത്തകർ കോരിയ വെള്ളം നിറച്ച കുടം അവസാന നിമിഷം ഉടച്ചു കളയരുത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. കൊച്ചിക്ക് നല്ലൊരു മേയർ ഉണ്ടാകട്ടെ. അത് CPM നിന്നാണെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല. പാർട്ടിക്കകത്ത് ജനാധിപത്യ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് വളരെ ഉചിതമാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാൻ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഷൈനി മാത്യു ആണോ അതോ ദീപ്തി മേരി വർഗീസ് ആണോ കൊച്ചിയിലെ മേയറാകാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത്. അവരെ കൊച്ചി മേയറായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും പിന്നെ അടുത്തൊരു കടമ്പയുണ്ട്, ഇവർക്ക് ഇവരുടെ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിക്കണം. അപ്പൊ അതും വലിയൊരു കടമ്പയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കടമ്പകൾ മുമ്പിലുണ്ട്. അപ്പോൾ പരസ്പരം ഒരു ധാരണയിലെത്താതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പരസ്പരം തോൽപ്പിക്കാനുള്ള ചില സാഹചര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത്
കോൺഗ്രസ് മുന്നേ കൂട്ടി അറിയുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.